നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ പതിവായതോടെ KSRTC ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം അടച്ചുകെട്ടി. ജോയിന്റ് കൌൺസിലിന്റെ 56ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന പതാക ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. അക്രമക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി പരാതിക്കാരിയുടെ മകളെ വീട്ടിൽ കയറി ആക്രമിച്ചതിന് അറസ്റ്റിലായി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി നഗരസഭ ജോബ് സ്റ്റേഷന്റെ അവലോകനവും തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള യോഗവും നടത്തി. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ അനുവദിച്ച് നവീകരിക്കുന്ന മണലി മടവാക്കര റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ പതിവായതോടെ KSRTC ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം അടച്ചുകെട്ടി. ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ടോൾ കമ്പനിയാണ് കവാടം അടച്ചത്. ഇനി മുതൽ ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ദേശീയപാതയുടെ മധ്യഭാഗത്ത് കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് പുതിയ പരിഷ്കാരം ഏർപ്പെടുത്തിയത്. ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ബസ്സുകളും ദേശീയപാതയോരത്ത് നിർത്തിപ്പോകണം. അതേസമയം തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ തടസ്സമില്ല. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ KSRTC ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതും തിരിച്ചുപോകുന്നതും മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത്. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ ബൈക്കിടിച്ച് 2 വിദ്യാർത്ഥികൾ മരിച്ചതോടെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ തുടർക്കഥയായിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ അപകടങ്ങളെ തുടർന്നാണ് പുതിയ പരിഷ്കാരം ഏർപ്പെടുത്താൻ തയ്യാറായത്. ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള ദേശീയപാതയിൽ നിർത്തേണ്ടി വരുന്നത് അപകടങ്ങൾക്കിടയാക്കാൻ സാധ്യതയേറെയാണ്. പുതുക്കാട് സിഗ്നൽ കഴിഞ്ഞ് വേഗതയിലെത്തുന്ന വാഹനങ്ങൾക്കിടയിൽ ബസ്സുകൾ ദേശീയപാതയിൽ നിർത്തിയാൽ പുറകിലായി വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്റ്റാൻഡിനു സമീപത്തുള്ള വീതിയുള്ള ഭാഗത്ത് ബസ്സുകൾക്ക് നിർത്താൻ സൗകര്യങ്ങൾ ഒരുക്കുകയോ അല്ലെങ്കിൽ സ്റ്റാൻഡിന് മുൻപിൽ ബസ് നിർത്തുന്നത് ഒഴിവാക്കി പുതുക്കാട് സെന്ററിലെ സ്റ്റോപ്പ് മാത്രമാക്കി നിലനിർത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ജോയിന്റ് കൌൺസിലിന്റെ 56ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന പതാക ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ PS സന്തോഷ് കുമാർ, വൈസ് ക്യാപ്റ്റൻ P ഹരീന്ദ്രനാഥ്, മാനേജർ ഹുസൈൻ പുതുവന, P സുരേഷ് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ വയലാർ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ജാഥ വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം സമ്മേളന നഗരിയായ പാലക്കാട് സമാപിക്കും. മെയ് 12, 13, 14, 15 തീയതികളിലായി പാലക്കാടാണ് സമ്മേളനം നടക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ മേഖലയിലെ ഏറ്റവും വലിയ ശബ്ദമായി മാറുന്ന തരത്തിലേക്ക് തന്നെ ഈ സമ്മേളനം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതാണ്ട് 1000-ഓളം വരുന്ന യൂണിറ്റ് സമ്മേളനങ്ങളും അതിനുശേഷം മേഖലാ സമ്മേളനങ്ങളും 14 ജില്ലകളിലായുള്ള 15 ജില്ലാ കമ്മിറ്റികളുടെയും ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയായിട്ടാണ് നമ്മൾ ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നത്. അക്രമക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി പരാതിക്കാരിയുടെ മകളെ വീട്ടിൽ ചെന്ന് ആക്രമിച്ചതിന് അറസ്റ്റിലായി. ആമ്പല്ലൂർ പച്ചളിപ്പുറം സ്വദേശി കിഴക്കൂട്ട് വീട്ടിൽ ഒടിയൻ പ്രദീപ് എന്ന പ്രദീപിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കല്ലൂർ മാവിൻചുവടുള്ള വീട്ടിൽ കയറി പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി ആക്രമിച്ച പ്രതി തടയാൻ ശ്രമിച്ച പരാതിക്കാരിയുടെ ഭർത്താവിനെ മുഖത്തടിച്ചുവെന്നാണ് പരാതി. നേരത്തെ പരാതിക്കാരിയുടെ അമ്മയുടെ പച്ചളിപ്പുറത്തെ വീട്ടിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടമുണ്ടാക്കിയെന്ന കേസിൽ ജയിലിലായിരുന്ന പ്രതി ഇതിന്റെ വൈരാഗ്യത്തിലാണ് മകളെ ആക്രമിച്ചതെന്ന് പോലീസ് പറയുന്നു. പ്രദീപിന്റെ പേരിൽ വെള്ളിക്കുളങ്ങര സ്റ്റേഷനിൽ വധശ്രമത്തിനും പുതുക്കാട് സ്റ്റേഷനിൽ 4 അടിപിടിയും ഒല്ലൂർ സ്റ്റേഷനിൽ 1 അടിപിടി കേസുമുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി നഗരസഭ ജോബ് സ്റ്റേഷന്റെ അവലോകനവും തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള യോഗവും നടത്തി. ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. നിലവിൽ ജോലി ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV പോൾ അധ്യക്ഷനായി. വാർഡ് കൌൺസിലർമാരായ ആലിസ് ഷിബു, എലിസബത്ത് TD, ജിതി രാജൻ, സൂസം ആന്റണി, ബാലൻ KP, DRPമാർ, സാക്ഷരതാ പ്രേരക്, SC പ്രൊമോട്ടർമാർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, NULM കോർഡിനേറ്റർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു. അമൃത പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും കില കോർഡിനേറ്റർ VK ശ്രീധരൻ എന്നിവർ തുടർ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. നന്ദിപുലം മാഞ്ഞൂർ ബാലബോധോദയം ലോവർ പ്രൈമറി സ്കൂളിന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെയും അഭ്യുദയകാംക്ഷികളുടെയും യോഗം നടത്തി. സ്കൂളിൽ നടത്തിയ യോഗം പഞ്ചായത്ത് അംഗം ശ്രുതി രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ VR ഷാജി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ വികസന സമിതി അംഗങ്ങളായ A ഉണ്ണികൃഷ്ണൻ, ബിജു അമ്പഴക്കാടൻ എന്നിവർ സംസാരിച്ചു. സപ്തതി ആഘോഷം വിപുലമായ പരിപാടികളോടെ നടത്താനും അതിന്റെ ഭാഗമായി 1956-57 ആദ്യ അധ്യയന വർഷത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കാനും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടത്താനും തീരുമാനമായി. MP, MLA, ജില്ലാ കളക്ടർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരെ പങ്കെടുപ്പിക്കാനും തീരുമാനിച്ചു. OSA രക്ഷാധികാരികളായി വാർഡ് മെമ്പർമാരായ ശ്രുതി രാഗേഷ്, രാധിക സുരേഷ്, VB അരുൺ എന്നിവരെയും ചെയർമാനായി ജയപ്രകാശ് KN, വൈസ് ചെയർമാനായി ദാമോദരൻ തിരുമേനി, ട്രഷറർ വിഷ്ണു ശിവരാമൻ, കൺവീനർ ജോജു AD, ജോയിന്റ് കൺവീനർ സുരേഷ് ബാബു TRനെയും തിരഞ്ഞെടുത്തു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ അനുവദിച്ച് നവീകരിക്കുന്ന മണലി മടവാക്കര റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു എന്നിവർ സംസാരിച്ചു. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ച ലഹരി വിമുക്ത പ്രവർത്തക യൂണിറ്റുകളുടെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ അധ്യക്ഷനായി. ഫാദർ ഷിജോ നെറ്റിയാങ്കൽ, ഫാദർ ബിനോയ് ചക്കാനിക്കുന്നേൽ, എക്സൈസ് ഇൻസ്പെക്ടർ C ഹാരിഷ്, ഡോക്ടർ പീറ്റർ Y ഔസേപ്പച്ചൻ, PJ ആന്റണി എന്നിവർ പ്രസംഗിച്ചു. മദ്യവിമുക്ത പരിശീലകർക്ക് വേണ്ടി നടത്തിയ ക്യാമ്പ് ഫാദർ ജോർജ് പനക്കൽ ഉദ്ഘാടനം ചെയ്തു. പരിയാരം സെന്റ് ജോർജ് ദേവാലയത്തിലെ ഇടവക ദിനാഘോഷം നടത്തി. ഹൊസൂർ രൂപതാ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പോഴൊലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ വിൽസൺ എലുവത്തിങ്കൽ അധ്യക്ഷനായി. സഹവികാരി ഫാദർ സ്റ്റീഫൻ കൂള, CSR ഡയറക്ടർ ഫാദർ മാത്യു കുളപ്പുറം, CMI സെന്റ് ആന്റണീസ് സങ്കേതം മദർ സുപ്പീരിയർ സിസ്റ്റർ ലിഡിയ DDP, കൈക്കാരൻ ജിജോ പരുത്തിപ്പറമ്പൻ എന്നിവർ സംസാരിച്ചു. ഇടവക കേന്ദ്ര സമിതി സെക്രട്ടറി ദീപ തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് കലാസന്ധിയിൽ ഇടവകാംഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പാലിക്കരയിൽ ടോൾ പ്ലാസ ജീവനക്കാരന് ലോറി ഡ്രൈവറുടെ മർദ്ദനം. ആക്രമണ ദൃശ്യങ്ങൾ പുറത്ത്. ടോൾ ബൂത്തിലെ കളക്ഷൻ ജീവനക്കാരനായ ഉത്തർപ്രദേശ് ഫൈസാബാദ് സ്വദേശി പപ്പു കുമാറിനാണ് മർദ്ദനമേറ്റത്. ശനിയാഴ്ച രാത്രി 11:30ഓടെയാണ് സംഭവം. തൃശൂർ ഭാഗത്തു നിന്ന് വന്ന ടോറസ് ലോറിയുടെ ഫാസ്ടാഗ് റീഡ് ആകാത്തതിനെ തുടർന്ന് വാഹനം മാറ്റിയിടാൻ പറഞ്ഞതിലുള്ള ദേഷ്യത്തിലായിരുന്നു മർദ്ദനം. ടോൾ ബൂത്തിനുള്ളിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെ അസഭ്യം പറയുകയും മുഖത്തും കഴുത്തിലും ഇടിക്കുകയുമായിരുന്നു. പരിക്കേറ്റ പപ്പുകുമാറിന്റെ പരാതിയിൽ കേസെടുത്ത പുതുക്കാട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ചേർപ്പ് സ്വദേശിയാണ് പിടിയിലായത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,880 രൂപ, പവന് 71,040 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ പതിവായതോടെ KSRTC ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം അടച്ചുകെട്ടി. ജോയിന്റ് കൌൺസിലിന്റെ 56ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന പതാക ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. അക്രമക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി പരാതിക്കാരിയുടെ മകളെ വീട്ടിൽ കയറി ആക്രമിച്ചതിന് അറസ്റ്റിലായി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി നഗരസഭ ജോബ് സ്റ്റേഷന്റെ അവലോകനവും തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള യോഗവും നടത്തി. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ അനുവദിച്ച് നവീകരിക്കുന്ന മണലി മടവാക്കര റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.